കാർഷിക രംഗത്ത് ശാസ്ത്രീയത്വം നേടിയ കർഷകർ കൃഷിയിടങ്ങളിൽ നിന്നും വിവിധ കാർഷിക വിഭവങ്ങൾ 3 ദിവസങ്ങളിലായി ഈ കേന്ദ്രത്തിലെത്തിക്കുമ്പോൾ ഈ വിപണന കേന്ദ്രമടക്കം VFPCKയുടെ വിവിധ കേന്ദ്രങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും 100 കണക്കിന് വാഴക്കൊലകൾ സ്വന്തം വാഹനത്തിൽ കയറ്റി എത്തിക്കുന്ന ഒരു കർഷകൻ ഇവിടെയുണ്ട്. കൃഷിയും ജീവിതവും പരസ്പര പൂരകമാക്കി മാറ്റങ്ങളുടെ ഗതിവേഗങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുന്ന രാജ്കുമാർ എന്ന യുവ കർഷകൻ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽപ്പെടുന്ന ഊരൂട്ടമ്പലം. ഊരൂട്ടമ്പലത്തിന് സമീപമുള്ള 5 പഞ്ചായത്തുകളിലായി ഏക്കർ കണക്കിന് കൃഷിഭൂമി പാട്ടത്തിനെടുത്ത് വാഴകൃഷി ചെയ്ത് വേനലെന്നോ വർഷമെന്നോ കൂടാതെ എല്ലാ കാലവും വിളവെടുത്തു പോരുന്ന ഒരു യുവ കർഷകൻ ഇവിടെയുണ്ട്. ഊരൂട്ടമ്പലം മാറനല്ലൂരിലെ രാജ്കുമാർ. നിത്യേന തൻ്റെ വാഴത്തോപ്പുകളിൽ നിന്നും സ്വന്തം പിക്കപ്പ് വാഹനത്തിൽ ഏത്തനും പാളയംകോടനും റോബസ്റ്റയും രസകദളിയും കപ്പയുമൊക്കെ കയറ്റി വിപണിയിലേക്ക് അതിശീഘ്രം പോകുന്ന ഈ കർഷകൻ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ മാറ്റത്തിൻ്റെ പുതിയ പ്രതീക്ഷകൾ തന്നെ ഏകുന്നു. പിതാവിൽ നിന്നും പൈതൃകമായി കിട്ടിയ കൃഷിയോടുള്ള താൽപ്പര്യത്തിൽ പരമ്പരാഗത കൃഷിരീതിയോടുള്ള സമീപനവും കൃഷിയെ സ്വായത്തമാക്കാനുള്ള ഇച്ഛാശക്തിയും എല്ലാറ്റിനുമുപരി കാർഷിക വൃത്തിയിലൂടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന അഭിവാഞ്ചയും ഈ കർഷകനെ ഇന്ന് എണ്ണമറ്റ വാഴത്തോപ്പുകളുടെ ഉടമയാക്കിയിരിക്കുന്നു. 10ാം തരം കഴിയവേ കൃഷിവലനായ പിതാവിനെ സഹായിച്ച് ജീവിതം കഴിക്കാമെന്ന ചിന്തയെ തൻ്റെ അധ്യാപകൻ്റെ പ്രേരണയാൽ മാറ്റി നിർത്തി കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി കലാലയ ജീവിതം പൂർത്തിയാക്കിയെങ്കിലും വാഴക്കൃഷിയുടെ തത്വശാസ്ത്രത്തോട് സംവദിക്കാനായിരുന്നു രാജ്കുമാറിൻ്റെ കർമ്മനിയോഗം. എൻ്റെ കുടുംബവും അച്ഛനും അമ്മയും കൃഷിക്കാർ തന്നെയാണ്. അച്ഛൻ ഒരു വാഴക്കൃഷിയും മറ്റ് കൊച്ചുകല്ല കൃഷികളും ചെയ്യുന്ന ഒരു ആൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ 10ാം MA കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു കമ്പനിയിൽ ഒരു ജോലിക്കായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവിടെ അത് ലഭിച്ചു. പൊന്മുടി ടീ എസ്റ്റേറ്റ്, മെർച്ചസ്റ്റൺ ടീ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു. അവിടെ ഞാൻ 6 മാസം ജോലി ചെയ്തു. അന്ന് അപ്പോഴും എനിക്ക് ഒരു 2500ഓളം വാഴകളുണ്ടായിരുന്നു. ആ വാഴയ്ക്ക് കൂലിക്ക് ആൾ വിളിച്ച് ചെയ്യിക്കുമായിരുന്നു, ഞാനും ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം 900 രൂപ ഒരു മാസം. അപ്പോൾ പെർ ഡേ 30 രൂപയായി. ഞാൻ എൻ്റെ ജോലിക്കാർക്ക് കൊടുക്കുന്നത് അന്ന് 65 രൂപ. അപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ അവർ സ്ഥിരത തരാമെന്നാണ് പറഞ്ഞത്, പക്ഷേ സ്ഥിരം ആക്കിയില്ല. തുടർന്ന് ഞാനത് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് അത് ഉപേക്ഷിച്ചിട്ട് വരികയും കുറച്ച് വാഴ ഉണ്ടായിരുന്നതിനെ കുറേ കൂടെ കൂടുതലാക്കി 2500 എന്നുള്ളത് 3000 ആയി, അത് 3500 ആയി, 4000 ആയി. ഇപ്പോൾ 10000 കണക്കിന് വാഴകൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. നെയ്യാറ്റിൻകര താലൂക്കിലെ 5 പഞ്ചായത്തുകളിലായാണ് രാജ്കുമാറിൻ്റെ വാഴത്തോട്ടങ്ങൾ കാർഷിക മികവിൻ്റെ ഹരിതകാന്തി ചാർത്തി നിലനിൽക്കുന്നത്. സ്വന്തം ഭൂമിയിലും പാട്ടത്തിനെടുത്ത ഭൂമിയിലുമായി ഇന്ന് 10000 കണക്കിന് വാഴകൾ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലായി രാജ്കുമാർ പരിപാലിച്ചു പോരുന്നു. പാളയംകോടൻ, രസകദളി, കപ്പ എന്നീ വാഴയിനങ്ങൾക്കൊപ്പം രാജ്കുമാർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏത്തൻ അഥവാ നേന്ത്രവാഴകളാണ്. ഓരോ വർഷവും 2500ലേറെ വാഴക്കുലകൾ രാജ്കുമാറിൻ്റെ വാഴത്തോട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എല്ലാം പാട്ടത്തിനെടുത്ത ഇടമാണ്. വളരെ കുറച്ച് മാത്രമേ സ്വന്തമായിട്ട് ഉള്ളൂ. 1 ഏക്കർ എന്ന് പറയുന്നത് 100 സെൻറ്റാണ്. അതിന് ഏകദേശം ഇന്ന് 30,000 രൂപ വരെ പാട്ടം കൊടുക്കേണ്ടതുണ്ട് ഒരു വർഷത്തേക്ക്. അങ്ങനെ പാട്ടത്തിനെടുത്താണ് ചെയ്യുന്നത്. പിന്നെ അതിനനുസരിച്ചുള്ള ജോലിക്കാരും ഉണ്ട്. ജോലിക്കാർക്ക് 6 സ്ഥിരം ജോലിക്കാർ നിലവിലുണ്ട്. അവർക്ക് 550 രൂപയാണ് ഇപ്പോൾ ഒരു ദിവസത്തെ ശമ്പളം. പിന്നെ ആവശ്യത്തിനുള്ള വളം എടുക്കുന്നുണ്ട്. നമുക്കൊരു സൊസൈറ്റി ഉണ്ട് കൊല കൊടുക്കുന്ന ഇടത്ത്. ആ സൊസൈറ്റിയിൽ നിന്നാണ് വളവും മറ്റു കാര്യങ്ങളും എല്ലാം എടുക്കുന്നത്. അങ്ങനെ കൃഷി ചെയ്തു വരുന്നു. നേന്ത്രനാണ് കൂടുതലുള്ളത്. കുറച്ച് പാളയം തുടനുണ്ട്, പിന്നെ രസകദളിയുണ്ട്, കുറച്ച് കപ്പയും ഉണ്ട്. അതാണ് കൂടുതലും നേന്ത്രനാണ്. ഏകദേശം 25,000ഓളം വാഴ ഒരു വർഷം കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തം കൃഷിസ്ഥലത്തു നിന്നും ലഭിക്കുന്ന വാഴക്കന്നുകൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നും വാങ്ങുന്ന വാഴക്കന്നുകളും രാജ്കുമാർ കൃഷിക്കായി ഉപയോഗിക്കുന്നു. അടുത്ത കൃഷിക്കായി സ്വന്തം കൃഷിയിടത്തിലെ വാഴക്കന്നുകൾ പിരിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന കൂലിച്ചെലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഉൽപ്പാദനശേഷിയുള്ള വാഴക്കന്നുകൾ വാങ്ങുന്നതാണ് ലാഭമെന്ന്
ഈ കർഷകൻ്റെ അനുഭവ സാക്ഷ്യം. വിളവെടുപ്പിന് ശേഷം തോട്ടത്തിലെ വാഴക്കന്നുകളും ഉപയോഗശൂന്യമായ വാഴപ്പിണ്ടിയും മറ്റും അവിടെ തന്നെ വെട്ടിമൂടിയാൽ മണ്ണിൽ സ്വാഭാവികമായ വളക്കൂറ് ഏറി അടുത്ത കൃഷിക്ക് അത് പ്രയോജനപ്പെടുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിലുള്ള കന്നാണ് കൂടുതലും ആശ്രയിക്കുന്നത്. ഒരു കന്നിന് നിന്ന് 8 രൂപയോളം വില ഉണ്ട് അവിടെ. അത് ഒരു ദിവസം ഒരു 1000 വാഴകന്ന് വേണം. അപ്പോൾ അന്ന് 1000 വാഴകന്ന് ഇളക്കി അത് കൊണ്ട് നടാൻ ഒരു 3 ദിവസം വരെ സമയമെടുക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ വാങ്ങാൻ പോയാൽ അന്ന് തന്നെ സാധനം കിട്ടും, അന്ന് തന്നെ നടുകയും ചെയ്യാം. അപ്പോൾ ജോലി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നടക്കും. കുറച്ച് ആൾക്കാരെ വെച്ച് കൂടുതൽ ജോലി ചെയ്യിപ്പിച്ച് പോകുന്ന ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. കിളച്ച് മണ്ണൊരുക്കിയ ശേഷം 2x2 മീറ്റർ അകലത്തിൽ കുഴിയെടുത്താണ് നേന്ത്രവാഴകൾ നടുക. 3.5 മീറ്റർ അകലത്തിൽ കപ്പ തുടങ്ങിയ മറ്റ് വാഴകളും നടുന്നു. വാഴകളുടെ വളർച്ചയിലെ ഉയരവും ഇലകളുടെ വിസ്തൃതിയും കുഴികളുടെ അകലങ്ങൾക്ക് അടിസ്ഥാനമാകുന്നു. വയൽ നന്നായിട്ട് കിളച്ചൊരുക്കി 2 മീറ്റർ അകലത്തിൽ പണകൾ കോരി 2 അതാണ് അകലം ഞങ്ങൾ പാലിക്കുന്നത്. ആ അകലത്തിലാണ് വാഴ നടാറുള്ളത്. നേന്ത്രവാഴയ്ക്കാണ് ആ അകലം. പാളയംതൊണ്ണാണെങ്കിൽ അല്പം കൂടെ കൂടുതൽ നീളവും വീതിയും ഉപയോഗിക്കും. മറ്റുള്ള വാഴകൾക്ക് അങ്ങനെ തന്നെയാണ്. കപ്പയാണെങ്കിൽ ഒരു 3.5 മീറ്ററോളം അകലം ഇടയകലത്തിലാണ് നടുന്നത്. നെയ്യാർ ജലസേചന പദ്ധതിയുടെ പ്രയോജനം 5 പഞ്ചായത്തുകളിലായി കിടക്കുന്ന രാജ്കുമാറിൻ്റെ വാഴത്തോട്ടങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിലും തോട്ടം നനയ്ക്കത് പൂർണ്ണ പരിഹാരമാകുന്നില്ല. അതുകൊണ്ട് തന്നെ മഴയെ ആശ്രയിച്ചുള്ള ജലസേചനത്തിന് രാജ്കുമാർ പ്രാധാന്യം നൽകുന്നു. വാഴത്തോട്ടങ്ങളുടെ ചുറ്റിലും ഇടയിലുമായി ചാലുകൾ കീറി ജലം നിറച്ച് നനയ്ക്കായി ഉപയോഗിക്കുന്നു. കൂടുതലും മഴയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ നെയ്യാർ ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ വെള്ളവും നമുക്ക് ലഭിക്കാറുണ്ട്. അതും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എല്ലാ ഇലകളിലും അത് ലഭിക്കില്ല. അവിടെ മഴയെ തന്നെ ആശ്രയം. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് വേനൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല നഷ്ടം വരുന്നുണ്ട്. 2500 വാഴ ഒരു മാസം നട്ടാലും കൊല മുറിക്കാൻ കിട്ടുന്നത് ചിലപ്പോൾ ഒരു 1500 1700 ആയിരിക്കും. ബാക്കി നഷ്ടമായിട്ട് സംഭവിക്കും. ചാണകം, കോഴിക്കാഷ്ടം തുടങ്ങിയവ അടങ്ങുന്ന ജൈവവളങ്ങളുടെ പ്രയോഗ രീതിക്ക് രാജ്കുമാർ പ്രാമുഖ്യം നൽകുന്നുണ്ടെങ്കിലും 8-8-16 മിശ്രിതം, പൊട്ടാഷ്, യൂറിയ എന്നീ രാസവളങ്ങളും ചെറിയ തോതിൽ വാഴകൾക്ക് നൽകിപ്പോരുന്നു. ജൈവവളവും രാസവളവുമാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന കോഴിവളം അതാണ് ഉപയോഗിക്കുന്നത് ജൈവവളമായിട്ട്. പിന്നെ ചാണകവും വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇന്നത്തെ ലേബറൊക്കെ വളരെ കൂടുതലാണ്. ചാണകം കോരുന്നതിനൊക്കെ ഭയങ്കര ചാണകത്തിന് വില കുറവും അതിൻ്റെ അത് ട്രാൻസ്പോർട്ട് ചെയ്യും അതിൻ്റെ ലേബറും വളരെ കൂടുതലായതുകൊണ്ട് അത് വളരെ കുറച്ചിട്ട് കൂടുതലും കോഴിവളം ജൈവവളമായിട്ട് പിന്നെ രാസവളം ഉപയോഗിക്കുന്നുണ്ട്. രാസവളം കൂടുതലും വാഴയ്ക്കുള്ള മിക്സറുണ്ട് 8-8-16 മിശ്രിതം അത് ഉപയോഗിക്കുന്നുണ്ട്. പൊട്ടാഷ് ഉപയോഗിക്കും, യൂറിയ ഉപയോഗിക്കും. ജോലിക്കാർ സഹായിക്കുന്നുണ്ടെങ്കിലും കൃഷിയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന രാജ്കുമാറിന് വാഴത്തോട്ടത്തിൽ നിന്നൊഴിഞ്ഞ് ഒരു നേരമില്ല. യന്ത്രവൽകൃത ഘടകങ്ങളെ മാറ്റി നിർത്തി പരമ്പരാഗത രീതിയിൽ കർഷക തൊഴിലാളികളോടൊപ്പമുള്ള കർഷകൻ്റെ അധ്വാനം മികച്ച കാർഷികാദായത്തിന് വഴിയൊരുക്കുമെന്ന് ഈ കർഷകൻ ഉറച്ചു വിശ്വസിക്കുന്നു. കൃഷി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഞാൻ ഒരു കുറച്ച് വാഴ എന്തെങ്കിലും ഒരു കൃഷി ചെയ്താൽ ഞാനൊരു മുതലാളി എന്നുള്ള മട്ടിൽ നിന്നാൽ ഇന്നത്തെ കാലത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല. കൃഷിയിൽ കൂടുതലും നമ്മൾ തന്നെ അതിനകത്ത് കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം ആണ് ഇതിലേറ്റവും പ്രധാന കാരണം. കൂടുതൽ ആൾക്കാരെ വെച്ച് കൂടുതൽ ജോലി 10 പേരുടെ വേണ്ടെടുത്ത് 15 പേരെ ജോലിക്ക് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ നഷ്ടമുണ്ടാകും. അപ്പോൾ നമ്മളതിനെ എത്രത്തോളം ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ തന്നെ കഠിനാധ്വാനം ചെയ്താൽ അതിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. 12 മാസവും വാഴക്കുല ഉൽപ്പാദനം സാധ്യമാക്കുന്നു എന്നതാണ് രാജ്കുമാർ എന്ന വാഴക്കർഷകനെ ഇതര കർഷകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. വാഴക്കുലകൾക്ക് വിലയേറിയ സമയത്തും വില കുറവാകുന്ന സമയത്തും ഉപഭോക്താക്കൾക്കായി രാജ്കുമാറിൻ്റെ വാഴത്തോട്ടങ്ങളിൽ നേന്ത്രനും കപ്പയും പാളയംകോടനും രസകദളിയുമൊക്കെ വിളഞ്ഞ് പാകമായി നിരയിടുന്നു. സീസണബിൾ ആയിട്ടല്ല കൃഷി ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. 12 മാസവും വാഴ നടുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായിട്ട് 12 മാസവും എനിക്ക് കൊല മുറിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രധാന ബെനിഫിറ്റാണ്. അപ്പം വില കുറഞ്ഞു നിൽക്കുന്ന സമയത്തും സാധനം ഉണ്ടാകും, വില കൂടി നിൽക്കുന്ന സമയത്തും
സാധനം ഉണ്ടാകും. ഒരു കൃഷിത്തോട്ടത്തിൽ നിന്നും കുലകൾ വെട്ടിയെടുത്ത് തൻ്റെ പിക്കപ്പ് വാഹനത്തിൽ നിറച്ച് വിപണന കേന്ദ്രങ്ങളിലേക്കും അവിടെ നിന്നും മറ്റു തോട്ടങ്ങളിലേക്കും തുടർന്ന് അടുത്ത വിപണന കേന്ദ്രങ്ങളിലേക്കും സമയത്തെ വേഗമാക്കി പായുന്ന രാജ്കുമാറിൻ്റെ ഈ യാത്ര നെയ്യാറ്റിൻകരയിലെ 5 ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്കും നിത്യക്കാഴ്ചയാണ്. VFPCKയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതിയുടെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഇടത്തട്ടുകാരുടെ ചൂഷണമില്ലാതെ മെച്ചപ്പെട്ട വിലയ്ക്ക് തന്നെ രാജ്കുമാറിൻ്റെ വാഴക്കുലകൾ വിറ്റുപോകുന്നു. എല്ലാ ദിവസവും വാഴക്കുല വിപണിയിൽ എത്തിക്കാൻ കഴിയുന്നത് മൂലം ചില കാലത്തെ വിലക്കുറവ് രാജ്കുമാറിനെ ബാധിക്കുന്നില്ല. കൂടിയും കുറഞ്ഞുമുള്ള VFPCKയുടെ കമ്പോള നിരക്കിൽ ഈ കർഷകന് ലഭിക്കുന്നത് വർദ്ധിച്ച വരുമാനം തന്നെ. മാർക്കറ്റിംഗ് ഞങ്ങൾക്കൊരു VFPCKയുടെ ഒരു വിപണി ഉരുട്ടമ്പലത്തുണ്ട്, മാറനല്ലൂർ. അവിടെയാണ് സാധനം കൊടുക്കുന്നത്. അപ്പോൾ ആ വിപണി ആണ് ഏറ്റവും പ്രധാന ഒരു ഘടകം. ഈ കൃഷി വികസിക്കാനുള്ള കൂടാനുള്ള പ്രധാന ഘടകം അതാണ്. സീസണബിൾ ആയിട്ടല്ല കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. 12 മാസവും വാഴ നടുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായിട്ട് 12 മാസവും എനിക്ക് കൊല മുറിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രധാന ബെനിഫിറ്റാണ്. അപ്പം വില കുറഞ്ഞു നിൽക്കുന്ന സമയത്തും സാധനം ഉണ്ടാകും, വില കൂടി നിൽക്കുന്ന സമയത്തും സാധനം ഉണ്ടാകും. കൃഷിയിൽ ഈ സമിതിയുടെ അനുഭവം വെച്ച് ഇത്രയും ക്വാളിഫൈഡ് ഒരു കർഷകൻ വേറെ ഇല്ല. മറ്റു ജോലികൾക്കെല്ലാം പോയിട്ട് അതിൽ നിന്ന് ഒരു വരുമാന മാർഗം കിട്ടുന്നില്ല, മനസ്സിനൊരു സന്തോഷം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിയിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഇപ്പോൾ 100% പിന്നെ സന്തോഷമാണ്. കാരണം പുള്ളിക്ക് എല്ലാ സീസണിലും കൊലയുണ്ട്. അപ്പോൾ അതൊരു ടെക്നിക്കാണ്. അതായത് കൊലയുടെ വില കുറയുന്ന സീസണിലും കൂടി നിൽക്കുന്ന സീസണിലും ആവറേജ് എല്ലാ സീസണിലും ഇങ്ങനെ റൗണ്ട് ചെയ്ത് പുള്ളി കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതലും പാട്ടത്തിലാണ്. പക്ഷേ അങ്ങനെ റൊട്ടേഷൻ വരുന്നത് കൊണ്ട് പുള്ളിക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നില്ല. പല കർഷകങ്ങളും സീസൺ അനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി എല്ലാ സീസണിലും കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി ആയിരുന്നാലും ശരി, ഏത്തവാഴയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാ മാർക്കറ്റ് ദിവസങ്ങളിലും രാജ്കുമാറിന് സമിതിയിൽ കൊല കൊണ്ടുവരാൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വില ഏത് സീസണിൽ വന്നിരുന്നാലും പുള്ളിക്ക് ആവറേജ് വില കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിയുടെ ആ ഒരു കൃഷിയുടെ ടെക്നിക്ക് വിജയകരമായ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലം മാറനല്ലൂരിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതി വിപണന കേന്ദ്രം 3 പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന 22-ൽ പരം സ്വാശ്രയ കർഷക ഗ്രൂപ്പുകളിലെ 600-ലേറെ വരുന്ന കർഷകർ അംഗങ്ങളായുള്ള ഈ കർഷക സമിതിയുടെ സംഭരണ വിപണന കേന്ദ്രത്തിൽ തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ എത്തിച്ചേരുന്ന വിവിധതരം വാഴക്കുലകൾ, പച്ചക്കറി ഇനങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയവ ഒരു വിസ്മയ കാഴ്ച തന്നെ സൃഷ്ടിക്കുന്നു. രാജ്കുമാറിനെ പോലെ തന്നെ വിവിധ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒട്ടേറെ കർഷകരുടെ കാർഷിക വിജയങ്ങൾക്ക് പിന്നിൽ VFPCK സ്വാശ്രയ കർഷക സമിതിയേകുന്ന സേവനം ഏറെ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. കർഷകർ കൊണ്ടുവരുന്ന സാധനം വിറ്റിട്ട് അതിൽ 5%, ഇവിടുത്തെ സ്ഥിരം കർഷകരാണെങ്കിൽ 5% എടുത്തിട്ട് 3% ഈ കർഷകർക്ക് ബോണസായിട്ട് കൊടുക്കാറുണ്ട്. അത് ചിങ്ങമാസം 1-ാം തീയതിയാണ് ഞങ്ങളുടെ ബോണസ് വിതരണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് VFPCK എന്ന് ഒരു അസിസ്റ്റൻ്റ് മാനേജരെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. അവർ വന്നാണ് ഇതിൻ്റെ ഓഡിറ്റ് കാര്യങ്ങളെല്ലാം കൃത്യം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. പോയിട്ട് 2%, 3% കർഷകർക്ക് ബോണസായിട്ട് കൊടുത്തിട്ട് 2% കൊണ്ടാണ് ഇവിടുത്തെ ചെലവും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കൃഷി നാശം വരുന്ന കർഷകർക്ക്, അവർ ഇൻഷുറൻസ് ചെയ്യുന്നവർക്ക്, അവർക്ക് ഇതിന് സഹായം ഉണ്ടാകും. ഞങ്ങളെല്ലാം കൊടുക്കുന്ന VFPCK കൊടുക്കുക, ബാങ്ക് വഴി VFPCK കൊടുക്കുക, അത് ഞങ്ങളെല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇനി VFPCK എന്ന് ഓരോ വർഷത്തിലും ഒരു നിശ്ചിത ശതമാനം കർഷകർക്ക് കൊടുക്കാറുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ കൃഷിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇവിടെ കൊണ്ടുവന്ന് സാധനം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാഴക്കന്നിന് അല്ലാതെ പച്ചക്കറി ഐറ്റങ്ങൾക്കൊക്കെ ഒരു സബ്സിഡി അവർ കൊടുക്കാറുണ്ട്. കർഷകർ എപ്പോൾ വന്നാലും വെള്ളിയാഴ്ചയാണ് പൊതു അവധി. വെള്ളിയാഴ്ച പൊതു അവധിയെങ്കിൽ പോലും ചില കർഷകർ വെള്ളിയാഴ്ച 3-4 പ്രാവശ്യം ഉൽപ്പന്നമായിട്ട് ഇവിടെ എത്തും. അപ്പോൾ ഈ പ്രസിഡൻറ്റ് എവിടെ നിന്നാലും, ഞാനല്ല വേറെ പ്രസിഡൻ്റ് ആയിരുന്നാലും എവിടെ നിന്നാലും വിളിക്കുകയാണെങ്കിൽ അപ്പോഴെത്തും. മുമ്പ് പ്രസിഡൻ്റായിട്ട് കാലത്തും അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ ലാഭം, ഈ വിൽക്കുന്നതിൽ ഇടലാഭം വേറെ ആരും കൊണ്ടുപോകാറില്ല. അപ്പോൾ എത്ര വിൽക്കുന്നോ അത്രയും
ശരിക്കും ആ കർഷകന് കിട്ടുകയാണ്. രാജ്കുമാറിൻ്റെ അഭ്യസ്തവിധിയായ പത്നിയും വിദ്യാർത്ഥികളായ മക്കളും ഒഴിവു നേരങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം കൃഷിയിൽ കൂട്ടുചേരുന്നു. രാജ്കുമാർ എന്ന ഈ വാഴക്കർഷകന് വിശ്രമമില്ല. വാഴത്തോപ്പുകൾ ഒഴിഞ്ഞുള്ള വിശ്രമവേളകളെ അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല. തൻ്റെ പിക്കപ്പ് വാഹനത്തിൽ ജീവിത വേഗം നിയന്ത്രിച്ച് ഈ കാർഷിക യൗവനം പായുകയാണ്. തോട്ടങ്ങളിൽ നിന്നും തോട്ടങ്ങളിലേക്ക്, വിപണികളിൽ നിന്നും വിപണികളിലേക്ക്. നട്ടുവളർത്തി പാകമാക്കിയ കുലകൾ മുറിച്ച് നിറച്ച് മലയാളക്കരയുടെ കാർഷിക സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ അതെ, രാജ്കുമാർ പായുകയാണ് തൻ്റെ സ്വന്തം കാർഷിക വേഗത്തിൽ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഐശ്വര്യ പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കാം. രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിൽ റബ്ബർ ബോർഡ് പരിശീലനം. വരമ്പ് നിർമ്മിക്കുന്നതിനും അടയ്ക്ക പൊളിക്കുന്നതിനും പുതിയ യന്ത്രങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. കേരള വെറ്റിനറി സർവകലാശാല രൂപകൽപ്പന ചെയ്ത ഐശ്വര്യ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. വർഷത്തിൽ 250ഓളം മുട്ടകളിടുന്ന അതുല്യ ഇനത്തിൽപ്പെട്ട 5 കോഴികളും കൂടും അടങ്ങുന്ന ഗാർഹിക യൂണിറ്റുകളാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ചെറിയ ഇടങ്ങളിലും മട്ടുപ്പാവുകളിലും വയ്ക്കാവുന്ന തരത്തിലാണ് കൂടുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കോഴിമുട്ട, കോഴിവളം എന്നിവ ശേഖരിച്ച് മാറ്റാവുന്ന ട്രേയും കൂടുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. താൽപ്പര്യമുള്ള കർഷകർ ഏപ്രിൽ 30 മുമ്പ് കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി പൗൾട്രി വിഭാഗവുമായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9034011125. വാഴയിൽ മണ്ടരികൾ പോലെയുള്ള നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം കണ്ടുവരുന്നതായി മലപ്പുറത്തെ തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രം അറിയിച്ചു. വാഴയിലകളുടെ അടിഭാഗത്ത് ചുവന്ന നിറത്തിലുള്ള പൊട്ടുകൾ കാണുന്നതാണ് ആക്രമണ ലക്ഷണം. ഇതിനെ നിയന്ത്രിക്കുവാൻ ഡയാഫെൻദ്രോൺ എന്ന കീടനാശിനി 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി പ്രയോഗിക്കുക. റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിൻ്റെ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. ഏപ്രിൽ 21 കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശീലനം. ഫീസ് 400 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ 50% വരെ ഫീസ് ഇളവ് ലഭിക്കും. റബ്ബർ ഉൽപ്പാദക സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് അംഗത്വ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന പക്ഷം 25% ഫീസ് ഇളവ് ലഭിക്കും. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിലോ വിലാസത്തിലോ ബന്ധപ്പെടുക. വിലാസം: ഡയറക്ടർ ട്രെയിനിംഗ്, റബ്ബർ ബോർഡ് PO, കോട്ടയം 9. ഫോൺ നമ്പർ 048123533127. കൃഷി വകുപ്പിന്റെ നെല്ലിയാമ്പതിയിലുള്ള ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ നിന്ന് പാഷൻ ഫ്രൂട്ട് തൈകൾ, വിത്ത് എന്നിവ വിതരണത്തിന് തയ്യാറായി. കൂടാതെ പാഷൻ ഫ്രൂട്ടിൽ നിന്നും പേരക്കയിൽ നിന്നും ഞാവലിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ലഭിക്കും. താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0492-324-6225. പുരയിട കൃഷിക്ക് തടമെടുക്കുവാനും വരമ്പ് നിർമ്മിക്കുവാനും ഉതകുന്ന ഉപകരണവും കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന പാക്ക് പൊളിക്കൽ യന്ത്രവും തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വികസിപ്പിച്ചെടുത്തു. 1 അടി മുതൽ 1.5 അടി വരെ ഉയരത്തിൽ തടമെടുക്കാൻ കഴിയുന്ന ഉപകരണം മണിക്കൂറിൽ 1 ഏക്കർ സ്ഥലത്തെ പണി തീർക്കും. ട്രാക്ടറുകളിൽ ഇത് അനായാസം ഘടിപ്പിച്ച് പ്രവർത്തിപ്പിക്കാം.
അടയ്ക്ക പൊളിക്കൽ യന്ത്രം 1 മിനിറ്റിൽ ഏകദേശം 25 പാക്കുകൾ പൊളിക്കാൻ സഹായിക്കും. ചെറുകിട നാമമാത്ര കർഷകർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഈ യന്ത്രത്തിന്റെ വില 150 രൂപയാണ്. താൽപ്പര്യമുള്ള കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 0494 2 686 214. മറ്റൊരു നമ്പർ 0494 2 687 990. ഡോളമൈറ്റ്, മെഗ്നീഷ്യം, ബോറോൺ എന്നീ സസ്യപോഷകങ്ങൾ കൂടി ഉപയോഗിച്ചുള്ള സംയോജിത സസ്യപോഷക പരിപാലനത്തിലൂടെ ജ്യോതി എന്ന നെല്ലിനം റെക്കോർഡ് വിളവ് രേഖപ്പെടുത്തിയെന്ന് തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രം. പൊന്നാനി കോൾപ്പാടങ്ങളിലാണ് ഇത് സംബന്ധിച്ച് കൃഷിയുടെ പരീക്ഷണം നടത്തിയത്. ഒരേക്കറിൽ നിന്ന് 2900 കിലോഗ്രാം നെല്ല് വിളയുകയുണ്ടായി. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0494 2 687 640. മത്സ്യകർഷകർക്കുള്ള നിർദ്ദേശങ്ങൾ. വേനലിൽ മത്സ്യം വളർത്തുന്ന കുളങ്ങളിലെ വെള്ളത്തിൻ്റെ ഗുണമേന്മയിൽ മാറ്റം വരാൻ സാധ്യതയുള്ളതിനാൽ വളർച്ചയെത്തിയ മത്സ്യങ്ങളെ വിൽക്കുന്നതാണ് ഉചിതം. ജലമാലിന്യ തോത് പരിമിതപ്പെടുത്തുന്നതിന് മത്സ്യത്തീറ്റയുടെ അളവ് കുറയ്ക്കുക. കഴിയുന്നത്ര തള്ളൽ കുളത്തിന് മുകളിൽ നൽകാനും ശ്രദ്ധിക്കണം. പുറമേ നിന്ന് ഗുണമേന്മയുള്ള വെള്ളം കൂടുതലായി കുളത്തിൽ നിറയ്ക്കുന്നത് ഗുണപ്രദമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാതല ഫിഷ് ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസിയുമായി ബന്ധപ്പെടുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 13,900 രൂപ, കോഴിക്കോട് 14,500, തൃശൂർ 13,300. കൊപ്ര കൊച്ചി 9,900, കോഴിക്കോട് 9,850, തൃശൂർ 9,665 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 57,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 59,500. ചുക്ക് മീഡിയം 27,000, ചുക്ക് ബെസ്റ്റ് 28,000. മഞ്ഞൾ സേലം 7,200, മഞ്ഞൾ ഈറോഡ് 7,500. അടയ്ക്ക പുതിയത് 16,500 മുതൽ 17,500 വരെ. കൊച്ചി റബ്ബർ RSS 5 14,200 രൂപ, റബ്ബർ RSS 4 14,800. കോട്ടയം റബ്ബർ RSS 5 14,200, റബ്ബർ RSS 4 14,800. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 13,900 രൂപ, ഏപ്രിൽ അവധി 13,000, മെയ് അവധി 12,770 രൂപ, ജൂൺ അവധി 12,150, ജൂലൈ അവധി 11,965. കൊപ്ര 9,520 മുതൽ 9,900 വരെ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,950, പിണ്ണാക്ക് റോട്ടറി 3,000. കുരുമുളക് അൺഗാർബിൾഡ് 57,500, ഗാർബിൾഡ് 59,500. ചുക്ക് മീഡിയം 27,000, ബെസ്റ്റ് 28,000. മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 16,500 മുതൽ 17,500 വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 340 രൂപ മുതൽ 400 വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 630 മുതൽ 670 വരെ. ജാതിപത്രി 800 മുതൽ 850 രൂപ. ഗ്രാമ്പു 950 മുതൽ 1,045 വരെ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,200, റബ്ബർ RSS 4 14,800, ഒട്ടുപാൽ 10,700, ലാറ്റക്സ് 11,200 രൂപ. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങൾ ചരിത്ര നേട്ടങ്ങൾ കീഴടക്കി നിത്യേന പുതിയ ഉയരങ്ങളിലേക്ക്. കൊപ്രക്ഷാമം മില്ലുകാരെ വെളിച്ചെണ്ണ വില ഉയർത്താൻ നിർബന്ധിതരാക്കി. കോഴിക്കോട് എണ്ണവില 14,500 രൂപയിലേക്ക് കയറിയപ്പോൾ തൃശൂരിൽ 14,000-ലും കൊച്ചിയിൽ 13,900-ലുമായി. ചരിത്രത്തിൽ ആദ്യമായി കൊപ്ര 10,000-ലേക്ക് അടുക്കുകയാണ്. കൊച്ചിയിൽ കൊപ്ര 9,000-ലെത്തി. കുരുമുളക് 2,500 രൂപയുടെ ശക്തമായ കുതിപ്പോടെയാണ് ഇന്ന് ഇടപാടുകൾ തുടങ്ങിയത്. ഗാർബിൾഡ് കുരുമുളക് 59,500 രൂപയിലാണ്. ഉൽപ്പന്നത്തിന് ആഭ്യന്തര ഡിമാൻഡ് ശക്തമാണെങ്കിലും വിദേശ ആവശ്യക്കാരില്ല. കേരളത്തിൽ റബ്ബർ ക്ഷാമം രൂക്ഷമായത് ഇന്ത്യൻ മാർക്കറ്റിന് താങ്ങ് പകർന്നു. കൊച്ചി, കോട്ടയം വിപണികളിൽ 4ാം ഗ്രേഡ് കിലോ 148-ലും 5ാം ഗ്രേഡ് 142 രൂപയിലുമാണ്. രാജ്യാന്തര റബ്ബർ മാർക്കറ്റ് അല്പം തളർച്ചയിലാണ്. ചുക്കുവില 1,500 രൂപയുടെ മികവുമായി 28,000-ലേക്ക് ഉയർന്നു. ആഭ്യന്തര വിദേശ വിപണികളിൽ നിന്ന് ചുക്കിന് ആവശ്യക്കാരുണ്ട്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.8, 27.2.
കൊച്ചി 34.2 23, ആലപ്പുഴ 34.8 23, പുനലൂർ 34.6 23.5, തിരുവനന്തപുരം 34.2 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.